ഹലോ കേൾക്കാവോ? ഇത് കേൾക്കാം. ഓക്കെ. ഇതിലുണ്ടായിരുന്നോ? ഓക്കെ. അപ്പൊ തുടങ്ങാം. അല്ല കേൾക്കാവുന്ന ഈ മൈക്ക് എടുത്തോ കാര്യം? ഇല്ല മൈക്കാ. പ്രേക്ഷകരുടെ പ്രതികരണം എങ്ങനെയുണ്ട്? ഞാൻ തിയേറ്ററിൽ രാവിലെ ഭയങ്കര നല്ല രസമുള്ള ഒരു പ്രതികരണമായിരുന്നു പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയത്. നമ്മുടെ ഒരു അത്രയും ഇഷ്ടമായിരുന്നു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കാണ് അറിയുന്നത് പ്രേക്ഷകർ പ്രതികരിക്കുന്നു. അതൊരു പ്രേക്ഷകരിൽ നിന്നാണ് കേൾക്കുന്നത്. അത് നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തൊട്ടേ പോലെ ആയിരിക്കണം അൾട്ടിമേറ്റ് സൂപ്പർ സ്റ്റാർ അങ്ങനെ തന്നെയായിരുന്നു നടികളുടെ ഒരു ഇനീഷ്യൽ തോട്ട്? അങ്ങനെയല്ല, പുള്ളി അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. റോസാപ്പൂ പിടിച്ചൊക്കെയല്ല സ്റ്റാർട്ടർ എന്ന് പറയാനാണ് അത് തന്നെയാണ് പുള്ളിയുടെ പറയുന്നത്. അത് ഒരു പോസിറ്റീവ് മെസ്സേജ് ആണ് കൊടുക്കുന്നത്. സിനിമയിലെ ക്യാരക്ടറിന് അത് അങ്ങനെയാണ് വരുന്നത് എന്ന് ജനറലി പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ഈ ക്യാരക്ടറിന് അതായിരുന്നു ആവശ്യമുള്ളൂ. ഡിസിപ്ലിനിലായ്മ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ആക്ടേഴ്സ് ആണ് ഉണ്ടാവേണ്ടത് വിശ്വസിക്കുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ സ്റ്റാറിൽ ഏറ്റവും നല്ല ആക്ടേഴ്സും കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ എപ്പോഴും പക്ഷേ ആക്ടർ എന്നുള്ളത് തന്നെയാണ് മുകളിൽ നിൽക്കേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഈ സിനിമയിലെ ക്യാരക്ടർ അയാളൊരു ആക്സിഡന്റൽ സൂപ്പർ സ്റ്റാർ ആണ്. അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതൊരു ഗതിയുടെ സൂപ്പർ സ്റ്റാറിന്റെ കഥ എന്നുള്ള തന്നെയാണ് ഞാൻ. അത് ഈ ക്യാരക്ടറിന്റെ ഒരു തുടക്കം മുതലുള്ള ജേർണി കാണുമ്പോഴും അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അയാൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തോന്നുന്നത് അയാൾ ഫോക്കസ് തിരിച്ച് അയാൾ എന്താണോ അയാൾ ചെയ്യേണ്ടത്, അയാൾ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് നടനമാണ് അയാൾ ചെയ്യേണ്ടത്. അതിലേക്ക് ഫോക്കസ് തിരിച്ചു കൊണ്ടുവരിക, ഡിസിപ്ലിൻ ആവുക. പെട്ടെന്ന് വരുന്ന അയാളുടെ സ്റ്റാർഡും അയാളുടെ ചുറ്റും വന്നിട്ടുള്ള ഒരുപാട് ഈ പറയുന്ന പോലെ സൗകര്യങ്ങളും അയാളുടെ ഒരു എഫേർട്ടിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി ആ എഫേർട്ടിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം. അയാളുടെ ജോലി എന്താണ്, അയാൾ എന്ത് ആഗ്രഹിച്ചാണ് സിനിമയിൽ വന്നത്, അതിൽ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക, നല്ലൊരു നടനാവുക എന്നുള്ളത് തന്നെയാണ് ആ ക്യാരക്ടറെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ളത്. ഇപ്പോ നമ്മൾ ഈ സിനിമയിലേക്ക് ഉണ്ടാവുന്നത് നമ്മുടെ താങ്ക്സ് കാർഡ് ഉണ്ടാവുമല്ലോ. ഈ താങ്ക്സ് കാർഡ് പല കാലഘട്ടത്തിലെ ടൈറ്റിൽ കാർഡുകൾ തീരുമാനിച്ചു ചെയ്യണം. അത് ശരിക്കും ഈ ഉണ്ടാക്കുന്നതിന് ഭയങ്കരമായിട്ട് പ്രേക്ഷകരുടെ പ്രശ്നം കാര്യങ്ങളുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു റിവ്യൂ കൊടുക്കാം. തീർച്ചയായിട്ടും സംവിധായകൻ വേണ്ടിയായിരുന്നു. അത് അതുമാത്രമല്ല സിനിമയുടെ സങ്കേതങ്ങളെ നാടകവും തുടങ്ങിയ സങ്കേതങ്ങളെ കൂടുതൽ ഉപയോഗിക്കുക. ഒരു ആക്ടർ പറയുന്ന സമയത്ത് അങ്ങനെ ഉള്ള രീതിയിൽ അത് പറയുന്നതായിരിക്കും നല്ലതാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ആ ടൈറ്റിൽ കാർഡൊക്കെ ഡെഫിനറ്റ്ലി അത് ചീറ്റ് ആയിട്ട് അഭിനയിക്കാൻ എല്ലാ സിനിമയിലും രാജനേതാവിന്റെ എല്ലാ സിനിമയിലും സുരേഷേട്ടനുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ അന്തരത? സജീവമാണ് നമ്മളെന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചെയ്യുന്നത്. ടോണി ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളിലും അഭിനയിക്കാനൊരു അവസരം കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ഒരു സമുദായമാണ്. ഈ സിനിമയുടെ കഥയുടെ തുടക്കം ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് മുതൽ ഓൾമോസ്റ്റ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അന്നും ഈ സിനിമയിൽ ഞാൻ ചിലപ്പോൾ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു ഒരു ജോലിയായിരുന്നു. പിന്നീടാണ് ഞാൻ ഈ ഒരു കേരളത്തിലേക്ക് തന്നെ മാറ്റപ്പെടുകയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. സോ അൾട്ടിമേറ്റ്ലി അത് ചെയ്യേണ്ട സിനിമയാണ്. എനിക്ക് ഏറ്റവും അധികം എന്താ പറയുക ഫ്രീഡം തരുന്ന ഒരാളാണ്. എനിക്ക് ഇതിനു മുമ്പ് പറയാൻ ചിലപ്പോൾ സച്ചി എന്ന എൻ്റെ സുഹൃത്തിനാണ് ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ അത്രത്തോളം അധികം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ സഹോദരത്തുല്യനായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എന്നെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ എന്ത് ചെയ്യാൻ പറ്റുന്നൊക്കെ വിശ്വസിക്കുന്ന അവർക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ആയിരിക്കും മോർണിംഗ് ഷോ കഴിഞ്ഞ ശേഷം ഒരുപാട് നല്ല പ്രതികരണങ്ങൾ കിട്ടുന്നുണ്ട്.
സപ്പോർട്ട് അതിന് പുറകെയുണ്ട്. സംവിധായകന് മാത്രമല്ല, എനിക്ക് സപ്പോർട്ട് തന്ന ആൾക്കാരുടെ സൗകര്യം എല്ലാവരും. പടം ആരംഭിക്കുമ്പോൾ തൊട്ട് തന്നെ ഈ ആക്ടേഴ്സ് തമ്മിൽ വലിയൊരു ബോണ്ടുണ്ടായിരുന്നു. അതൊരു വൈബ് ഒരുമിച്ചുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള ഒരു ഈഗോയോ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സോ ഒന്നും ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു സീനിൽ ഒരു കാര്യം പ്രൊവൈസ് ചെയ്യണമെന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഞങ്ങളുടെ നായകനും എല്ലാവരും. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സായ മറ്റ് അലൻ ആന്റണി, അതുപോലെ എല്ലാവരും തന്നെ അതിൻ്റെതായിട്ടുള്ള സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു. അത് പറഞ്ഞായിരിക്കാം ഈ സിനിമയുടെ ഒരു വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേട്ടൻ ചെയ്ത ക്യാരക്ടറിന്റെ പ്രത്യേകത ഈ ഡിപ്ലോമസി ഉണ്ടല്ലോ, നയതന്ത്രം ആൾക്ക് ഭയങ്കര കഴിവ് ഏരിയ സ്പെഷ്യലായിട്ട്. അതിന് റിയൽ ലൈഫ് ആയിട്ട് ആരെങ്കിലും ഇപ്പോൾ ഇടപെടലോ ചേട്ടൻ പോലെ അങ്ങനെ ആരെങ്കിലും റെഫറൻസ് ഒക്കെ എടുത്തത്? ഇല്ല, തീർച്ചയായിട്ടും എല്ലാ ആക്ടേഴ്സിൻ്റെയും എല്ലാ വലിയ നടന്മാരുടെ കളവിയും ഇങ്ങനത്തെ ഓരോ ആൾക്കാരുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ അനുഭവം കൊണ്ട് കണ്ടിട്ടുള്ളത്. അത് അത്തരം കാര്യങ്ങളാണ് സിനിമയ്ക്ക് പുറത്ത് കാണിച്ചിട്ടുള്ളത്. അതൊരു പക്ഷെ മറ്റ് സിനിമയ്ക്കകത്ത് സിനിമ ചെയ്ത സിനിമകളിലൊന്നും അങ്ങനെ അധികം കാണിച്ചിട്ടില്ല. സോ ഇപ്പോഴും അത്തരം ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ പുറകെ. കാരണം അവർ നമ്മൾ കാണുന്ന പോലെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റെന്തിൽ കാണുന്ന പോലെ അല്ല. പിന്നിൽ രാത്രിയും പകരമായിട്ട് അവരുടെ ചിന്ത മുഴുവൻ അടുത്ത സിനിമ എങ്ങനെ ഈറ്റാക്കുക, അടുത്ത റിലീസ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണ് അവർ. സിനിമയുടെ എന്തുകൊണ്ട് എന്താണ് ഇഷ്ടപ്പെട്ട വാഹനം ചോദിക്കുമ്പോൾ ഒരുപാട് ലക്ഷറി വാഹനങ്ങളുണ്ട്, നല്ല ഓട്ടോറിക്ഷയാണ് വാഹനങ്ങൾ. ഇത് ഭാവിയിൽ എപ്പോഴെങ്കിലും സെൽഫ് റോഡ് ആവില്ല. ഇപ്പോൾ വീടെടുത്ത് എന്താണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം ചോദിക്കുമ്പോൾ കഞ്ഞിപ്പയറാണെന്ന് പറഞ്ഞാൽ കഞ്ഞിപ്പയർ ഇഷ്ടമല്ലെന്നല്ല, അതും കഴിക്കാറുണ്ട്. എനിക്ക് പൊതുവെ ഭക്ഷണം ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് സത്യസന്ധമായിട്ടുള്ള ഉത്തരവാണ് കിട്ടുള്ളൂ. ഡേവിഡ് പടിക്കല് നമ്മളത് നമ്മൾ മനഃപൂർവ്വം സാധനം ഉണ്ടെങ്കിൽ വന്നു കഴിയുമ്പോൾ അത് ആളുകൾക്ക് മനസ്സിലാവില്ല, നമ്മൾ തന്നെ ചോദിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്കത് മനസ്സിലാവുന്നൊന്നല്ല. ഡേവിഡ് പടിക്കൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു. നമ്മൾ ഈ ക്യാരക്ടറിനെ മനസ്സിലാക്കിയതിനു ശേഷമാണ് നമ്മൾ ഈ ക്യാരക്ടർ ചെയ്ത് തുടങ്ങിയത്. ഡേവിഡ് പടിക്കലിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളായത് ഒരു മോശം നടനോ മോശം വ്യക്തിയോ അല്ല. കൈവിരിപ്പില് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ആൾക്കാർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവിടുന്ന് അയാള് ആക്ടിങ് ആണ് അയാളുടെ ഏറ്റവും വലിയ കോളിംഗ്. അതിന് വേണ്ടിയിട്ടാണ് അയാൾ കൂടുതൽ എഫേർട്ട് എടുക്കുന്നത്. അയാൾ മനസ്സിലാക്കുമ്പോഴാണ് അയാളുടെ ലൈഫിൽ ഒരു മാറ്റം സംഭവിക്കുന്നത്. എനിക്ക് ആ കോളിംഗ് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ എന്റെ ശ്രദ്ധ മുഴുവൻ അതിൽ തന്നെയാണ്. എന്റെ അത് തന്നെ ഇന്നലെ ആദ്യമായിട്ടാണ് ഇതിനു മുമ്പ് ഞാൻ സംസാരിക്കുന്നു, നമ്മളൊക്കെ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് പറഞ്ഞു തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. എന്റെ സമയത്തോളം എങ്ങനെ ഞാനെന്ന ആക്ടറിനെ എനിക്ക് ഇനിയും പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് ഈ സ്റ്റാർഡൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആളല്ല. എനിക്ക് അതിനെ പറ്റിയിട്ട് അത്ര ടെൻഷൻ ഇല്ല. ആ വേദിയെ ചിന്തിക്കുന്ന ആളല്ല. പക്ഷെ ആസ് എൻ ആക്ടറിന് എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് ഡേവിഡ് പടിക്കലിന് എന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാവും. എനിക്ക് ഡേവിഡ് പടിക്കലിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടില്ല. ആർക്കുണ്ടായ ഒരുപാട് ഇതിനെ കുറിച്ച് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് എന്റെ ചുറ്റുപാട് പറഞ്ഞു തരാനൊക്കെ ഈ പറഞ്ഞ പോലെ ഫോക്കസ് മാറിപ്പോവാതെ നമ്മളെ ചിന്തകളും ശ്രദ്ധകളൊക്കെ എന്തിലേക്കാണോ വേണ്ടത് അതിലേക്ക് തന്നെ ചാനൽ ചെയ്യാനാണ് എന്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ പടങ്ങളും നോക്കിയാലും ഇപ്പോഴും വൈബ്രന്റ് ആണ്, കളർഫുൾ ആയി. ഈ സിനിമയും അതുപോലെ തന്നെ എന്റെ കോസ്റ്റ്യൂംസ് എല്ലാം എടുത്തു നിൽക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങനൊരു കഥ കേട്ടപ്പോൾ സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന ഒരുപാട് കഥ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്. ഒരു നായകന്റെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ സിനിമാക്കാരുടെ പെർസ്പെക്റ്റീവിലൂടെയാണ് കഥ പോകുന്നത്. അത് തന്നെയാണ് കമ്മിറ്റ് ചെയ്യാനുള്ളൊരു. തീർച്ചയായിട്ടും ഇതിന്റെ കഥയും ഇതിനകത്തുള്ള ഇമോഷൻസും തന്നെയാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഈ സിനിമയുടെ എന്താണ് ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും ചെയ്യുന്നത് വൃത്തിയായിട്ട് എടുത്ത് വയ്ക്കുമോ എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ സിനിമയുടെ കഥയും ഈ സിനിമയുടെ ടീമും തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. മറ്റ് കഥാപാത്രങ്ങൾക്ക് വേണ്ടി പ്രായമായിട്ടുള്ള വേഷം നേക്കപ്പെട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും ഇതാണ് ശരിക്കും ഇതൊക്കെ നമുക്ക് തരുന്ന ഒരു കഥാപാത്രത്തിനനുസരിച്ചിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ചില സിനിമകൾ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഈ സിനിമ കമ്മിറ്റ് ചെയ്ത് നമ്മൾക്ക് ഈ സാധനം മനസ്സിൽ തന്നെ കിടപ്പുണ്ട് നമുക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു
കളർഫുൾ ആയിട്ട് ഇതുവരെ ആരും കാണിക്കാത്ത രീതിയിലുള്ള കോസ്റ്റ്യൂംസും അപ്പിയറൻസും കാര്യങ്ങളൊക്കെ ഏതാണ്ട് 6 മാസത്തോളം ആ ഒരു ഗെറ്റപ്പ് പ്രവർത്തിച്ചിട്ടുള്ളതെന്നല്ല സ്വയം വളർത്തി ഉണ്ടാക്കിയിട്ടുള്ള മീശയിൽ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് പല കാരണങ്ങൾ കൊണ്ട് ഷൂട്ടിംഗ് മുടങ്ങിപ്പോയി മറ്റു പടങ്ങളൊന്നും ചെയ്യാൻ വയ്യാതെ 6 മാസത്തോളം ഈ പടത്തിന്റെ പുറകെ നടന്നുകൊണ്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല അധികം ഡെഡിക്കേറ്റ് ചെയ്ത ആളാണ് അയാൾ, ഒരുപാട് ഫിസിക്കലി എഫേർട്ട് എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കഥാപാത്രം കേൾക്കുമ്പോൾ നമുക്ക് ഇതിനു വേണ്ടി നമ്മൾ ആത്മഹത്യ ചെയ്താൽ അത് ഗുണം ചെയ്യും എന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ട്. നമുക്ക് ഇത്രയും കാലമായിട്ട് നിൽക്കുന്ന ഇൻഡസ്ട്രിക്ക് അപ്പോൾ ആ തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ കൂടെ 100% നീതി പുലർത്താൻ നോക്കിയിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. അത് നമ്മൾ കൂടുതൽ പറയും ചെങ്ങാതി നന്നായ കണ്ണാടി വേണമെന്ന് പറയും. പഠിക്കേണ്ട ഒരു കണ്ണാടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലെനിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ശരിക്കും ഇതിനു വേണ്ടി മറ്റ് സുഹൃത്തുക്കളിൽ നിന്ന് എങ്ങനെയാണ് ലെനിൻ വ്യത്യസ്തമായിട്ട് നിൽക്കുക? അല്ല, ലെനിൻ സുഹൃത്തിനേക്കാളും ഉപരി അയാള് സുഹൃത്താണ്. പക്ഷെ അയാൾക്ക് അറിയാം പുള്ളിയുടെ അസിസ്റ്റന്റ് ആണ്, പിന്നെ ഒരു വലിയ ഫാൻ ബോയ് ആണ്. അപ്പോ എല്ലാം ചിലപ്പോ നേരെ വെട്ടി തോന്നുന്ന ആദ്യമേ പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷെ അടുത്ത് ചോദിച്ചാൽ അപ്പൊ സത്യമേ പറയൂലേ, സത്യമേ പറയും. അപ്പോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതായത് മറ്റേ പ്രോപ്പർ ഒരു സുഹൃത്ത്, അതുകൊണ്ട് എപ്പോഴും എന്ത് കാര്യം വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ലേ. ഇപ്പോൾ സിനിമയുടെ അകത്ത് ഒരുപാട് നമുക്ക് ഫ്രണ്ട്സുകളുണ്ട്. അതിനും തിയേറ്ററിൽ നിന്ന് നമുക്ക് കൈയടിയ ഒരു സീനായിരുന്നു. സിനിമയുടെ അകത്ത് നമുക്ക് കരയുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കരയാറില്ലേ എന്ന് പറയുന്നിടത്തെല്ലാം കൈയടിയാണ്. ഇത് ശരിക്കും അപ്പുറത്ത് കൈ വിരലുകളോട് അഭിനയിക്കുന്ന ലാലേട്ടനെ പറ്റിയിട്ടുള്ള റെഫറൻസും ഉണ്ട്. ഇത് എവിടെയെങ്കിലും ബാലൻസിങ് ആയിട്ടാണോ അതോ ശരിക്കും നിങ്ങൾക്ക് ഒരു ട്രിബ്യൂട്ട് പോലെ ഫീൽ ചെയ്തിരുന്നോ? അല്ല, അതവരുടെ ബാലൻസിന്റെ കാര്യം ഇത് അവരുടെ മാത്രമല്ല, വേറെ ആക്ടേഴ്സിന്റെ പറയുന്നുണ്ട്, ആയുഷ്മാൻ ഖുറാനയുടെ പറയുന്നുണ്ട്, പല ആക്ടേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട്. ഇത് നമുക്ക് പറഞ്ഞാൽ ആളുകൾക്ക് റിലേറ്റ് ആവുന്ന, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോഴല്ലേ റിലേറ്റബിൾ ആയിട്ട് തോന്നുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് തോന്നിയിട്ടുള്ളതുകൊണ്ടാണല്ലോ അങ്ങനത്തെ സിനിമകൾക്ക് കൈയടിയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് ശരിയാണെന്ന് നമുക്കും എനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളത് അങ്ങനെ പറയുന്നല്ലേ, ലാലേട്ടനിലൂടെ അഭിനയിക്കുന്ന നമുക്ക് അറിയുമ്പോൾ നമ്മൾ ഓൺസ്ക്രീൻ കാര്യങ്ങൾ അത് എനിക്കും അനുഭവങ്ങളാണ്. പേഴ്സണലി നമുക്ക് കരയുന്ന സിനിമകളിൽ കരച്ചിൽ വരാറുണ്ട്. അത് എന്തോ ഒരു മാജിക് അവിടെ സ്ക്രീനിൽ സംഭവിക്കുന്നുണ്ട് പുള്ളി കരയുന്ന സമയത്ത്. അത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ പുതിയതായിട്ട് ഞങ്ങൾ എന്തെങ്കിലും റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതിനേക്കാൾ കൂടി നമ്മളെ മൊത്തത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു എന്താ പറയാ അതറിയാത്തത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് റിലേറ്റബിൾ ആവുന്ന തോന്നിയത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് അതിൽ ബാലൻസ് ചെയ്യുന്ന ആവശ്യമില്ല. കാര്യം നമുക്ക് ആയുഷ്മാൻ ഖുറാനൊക്കെ സിനിമ കണ്ടിട്ടാണ് നമ്മുടെ കാര്യം പറഞ്ഞത്. അതല്ല, അത് നമുക്കത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ റെഫറൻസുകൾ പറയുന്നത് നമ്മൾ നമ്മുടെ നോർമൽ കോൺവെർസേഷൻസിൽ പറയില്ലേ. ഇപ്പൊ എന്റെ അടുത്ത് ആക്ടർ സുഹൃത്തുക്കളല്ല, ഞാൻ ആക്ടർ ആയതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ സിനിമയും ഇതുപോലുള്ള റെഫറൻസസ് എന്നോട് പറയാറുണ്ട്. ഇപ്പൊ സൗമികയുടെ ക്യാരക്ടർ പറയുന്നത് പോലെ പല ആക്ടേഴ്സിന്റെ നല്ല ക്വാളിറ്റീസ് അത് അങ്ങനെ കണ്ടിരിക്കുക ഇതൊക്കെ നമ്മളോട് പറയാറുള്ളതാണ്. അതുപോലെ വളരെ സ്വാഭാവികമായിട്ട് നമ്മളുടെ ദൈനംദിന സംസാരത്തിൽ തന്നെ നമുക്ക് അറിയുകയും നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിനകത്തുള്ള എല്ലാം സ്ക്രിപ്റ്റിൽ ഉണ്ടായിട്ടുള്ളതാണ്. ആ ഒരു സീനിന്റെ ട്രീറ്റ്മെന്റിലും അല്ലെങ്കിൽ ആ സീനിലെ പെർഫോമൻസിലുള്ള ചെറിയ ഇംപ്രവൈസേഷൻ കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സിനിമയിൽ കാണുന്ന എല്ലാം സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു തന്നെയാണ്. ഈ അഭിനയിക്കാൻ അറിയാത്ത ഒരാൾ അഭിനയിക്കുക എന്നുള്ളത് എത്രത്തോളം പ്രയാസമാണ്? അങ്ങനെ നമ്മള് അഭിനയിക്കാൻ അറിയാവുന്ന ഒരാളുടെ ഒരു ഭയങ്കര മാജിക്കൽ ട്രാൻസിഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഇതിനകത്ത് കരുതിയിരുന്നത് ഇയാൾക്ക് അതൊക്കെ ബാലു എന്റെ അടുത്ത് പറയുന്ന സീനിൽ പറയുന്നുണ്ട്. ചേട്ടൻ കഴിവൊക്കെ ഉണ്ട്, ചേട്ടൻ കിട്ടിയ ഒരു ആ ഒരു സ്ഥാനത്തിനുള്ള ഒരു എഫേർട്ട് ചേട്ടൻ ചെയ്തിരുന്നില്ല, അത് ശരിയാവുന്നു. അത് ആദ്യം പടത്തിന്റെ തുടക്ക സമയത്ത് ബാലുവിന്റെ ഡയറക്ടർ പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അയാളൊരു മോശം ആക്ടർ അല്ല, ഒരു എഫേർട്ട് എടുക്കാത്ത ആക്ടറാണ്. അതുകൊണ്ട് ഒറ്റ സാധനം പുള്ളിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല, അപ്പുറത്തേക്ക് ഓരോ ക്യാരക്ടറിനെയും മനസ്സിലാക്കി കുറച്ചും കൂടെ ഇമോഷൻസ് അതിനകത്ത് മനസ്സിലാക്കി അങ്ങനെ ഇൻവോൾവ് ആയിട്ട് അഭിനയിക്കാനായിട്ട് ഇയാൾ ശ്രമിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ഭയങ്കര മോശം ആക്ടറായിട്ട് കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഇയാൾ ആദ്യത്തെ ഹിറ്റ് ആയ ഒരാളായിട്ട് അത്ര മോശം ആക്ടർ അല്ല, ഒരു ഓക്കെ ആക്ടർ. അയാളെ ഭാഗത്തില്ലാത്ത എഫേർട്ടാണ്. ആ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അയാളുടെ ആക്ടിംഗ് കരിയറൊക്കെ മെച്ചപ്പെടും എന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ മോശമാക്കി ചെയ്യാനായിട്ടല്ല, എന്നാലും അത് അത്ര ഭയങ്കര എഫേർട്ട് ഇല്ലാതെ സ്ലീപ്പ് വാക്കിംഗ് ചെയ്യുന്ന പോലെയൊക്കെയാണ് അയാൾ ചെയ്യുന്നത്. അയാളുടെ ശ്രദ്ധ മറ്റു പല കാര്യങ്ങളായതുകൊണ്ട് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും
പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെയാണ് എൻ്റെ ചോദ്യം തുടങ്ങുന്നത്. അതായത് ഡേവിഡ് പടിക്കൽ എന്നുള്ള ആ ഒരു ക്യാരക്ടർ തീർച്ചയായും 3 സിനിമകൾ അഭിനയിച്ച് വൺ ബൈ ഹിറ്റായി സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തിയതാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് വിഷമതകളായിരിക്കാം, പക്ഷേ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് അത്തരത്തിൽ ഒരു അവഗണനയായിരിക്കും ചിലപ്പം അദ്ദേഹത്തിന് ജീവിതത്തിൽ ആരോടൊക്കെയോ റിവെഞ്ച് തീർക്കുക എന്നുള്ള രീതിയിൽ കിട്ടുന്ന ആ ഒരു സ്റ്റാർഡം പരമാവധി മുതലെടുക്കുക എന്നുള്ള രീതിയിലേക്കാണ് വന്നതായിരിക്കാം ചിലപ്പോൾ ഡേവിഡ് പടിക്കൽ. അത്തരത്തിൽ നമുക്കറിയാം ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു ആളാണ് ടോബി ചേട്ടൻ. വളരെ താഴ്ന്ന നിലയിൽ നിന്നും ഇന്ന് കാണുന്ന വലിയൊരു സ്റ്റാർഡത്തിലേക്ക് വളർന്ന വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ഘട്ടത്തിൽ അന്ന് സംഭവിച്ച എന്തെങ്കിലും അവഗണനകൾ ഇന്ന് ഈ ഒരു സ്റ്റാറായിട്ട് നിൽക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്താണ് ഈ ഒരു ക്യാരക്ടറുമായി? ഇതിനകത്ത് ഈ ക്യാരക്ടറിനാണെങ്കിൽ പോലും അയാളുടെ ട്രോമകളല്ല അയാളുടെ പ്രശ്നം, അതിന്റെ പേരിലുള്ള ആളുകളുള്ള റിവെഞ്ചും അല്ല അയാളുടെ പ്രശ്നം. അയാൾക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റൽ സൂപ്പർ സ്റ്റാർ പോലെ പെട്ടെന്ന് പുള്ളിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സക്സസ് വന്നു. അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ ഇതൊന്നും ആരും ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്ന കാര്യങ്ങളല്ല. പല കാര്യങ്ങളും നമുക്ക് എല്ലാം ഒന്നും അറിയില്ല, പുറത്ത് ആൾക്കാർ പറഞ്ഞത് കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാവുകയും. അപ്പൊ ഇയാളുടെ ക്യാരക്ടർ, ഈ ക്യാരക്ടറിന്റെ പ്രശ്നം അതായിരുന്നു. അപ്പോ അത് കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെ ഭയങ്കര ട്രാൻസ്ഫോർമേഷനൊക്കെ അപ്പുറത്ത് ഇയാളുടെ എഫേർട്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. അത് ഒരു എല്ലാം തന്നെ ആക്ടറായി മാറുന്നു എന്നതിനേക്കാളുപരി ഇയാൾക്ക് ഇനിയും ഒരു ബെറ്റർ ആക്ടർ ആവാനുള്ള ഒരു തുടക്കമായിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ ക്ലൈമാക്സിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ പഴയ കാലത്തെ ട്രോമാസ് ഒക്കെ അതിന്റെ ഒരു എന്താ പറയുക കാറ്റലിസ്റ്റ് ആയിട്ടുണ്ടാവും. അതല്ല ഇതിന്റെ മൂലകാരണം എന്ന് പറയുന്നത് പെട്ടെന്ന് വന്ന സ്റ്റാർട്ടത്തിൽ അയാൾ അഭിനയിച്ച് പോയതും അയാൾ റിയാലിറ്റിയിൽ നിന്ന് വിട്ട് വേറൊരു സ്ഥലത്താണ് പുള്ളി ജീവിച്ചുകൊണ്ടിരുന്നത്. റിയാലിറ്റി മനസ്സിലാക്കുകയും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരോട് അടുത്തിടപെടുകയും ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്ന ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചമായിരിക്കും മുന്നോട്ട് പോകാനുള്ള അയാളുടെ ഒരു പ്രചോദനം. ഡേവിഡ് പടിക്കൽ 3 സിനിമ ഹിറ്റായപ്പോൾ, അതായത് സാധാരണക്കാരായി മറ്റുള്ളവരോട് ഇടപെടുന്ന സമയത്താണ് ആ 3 സിനിമ ഹിറ്റായി. പിന്നീട് സൂപ്പർ സ്റ്റാർ മുതൽ പതിനപ്പോഴേക്കും ആ ഒരു ഇത് ഇടിഞ്ഞു പോയത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ മലയാള സിനിമകളിലായാലും എന്തോ 2-3 ഹിറ്റ് അടിച്ച് കഴിയുമ്പോഴേക്കും എന്തോ ആയി എന്ന് തോന്നുന്നു. അതൊരു ശരിക്കും അവർക്കൊരു ലെസൺ കൂടിയല്ലേ? പുറത്തുനിന്ന് നോക്കി കാണുമ്പോഴാണോ ഇങ്ങനെയൊക്കെ തോന്നുന്നത്? എനിക്ക് ഉറപ്പില്ല നിങ്ങൾ ഈ പറയുന്ന പോലെയാണോ 2-3 സിനിമ കഴിയുമ്പോഴത്തേക്ക് ആളുകൾ അങ്ങനെ മാറുന്നതൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എന്റെ അനുഭവത്തിൽ പറയാൻ പറ്റുള്ളൂ. ചുറ്റുമുള്ള ആൾക്കാർക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ മാറിയതായിട്ട് തോന്നുക, നമുക്കത് തോന്നിക്കൊള്ളുന്നില്ല. നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ എന്നെ പണ്ടറിയാത്തവർക്ക് ഞാൻ മാറിയെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, ഏതൊരു വ്യക്തിയായിക്കോട്ടെ, ആ വ്യക്തിയെ നമുക്ക് മുൻപരിചയമില്ലെങ്കിൽ അയാൾ ആരും മാറിപ്പോയിട്ടോ മാറിപ്പോയെന്ന് പറയാനായിട്ട് നമുക്ക് അയാൾ മുൻപരിചയമാണ്. അപ്പൊ അതെനിക്ക് അറിയില്ല. ഈ പറഞ്ഞ കാര്യം എനിക്ക് പേഴ്സണൽ അനുഭവമില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മള് ആദ്യത്തെ 3 സിനിമകളൊക്കെ അയാളുടെ ഹിറ്റായത് അയാളുടെ ആ സമയത്ത് എഫോർട്ടായിരിക്കാം. ആ സമയത്ത് അയാൾ കുറച്ചുകൂടെ ആളുകളുടെ ഇടവയിൽ അടുത്ത ഇടവഴി ജീവിച്ചിരുന്നാണെങ്കിൽ റിയാലിറ്റി തന്നെയായിരിക്കും ഇവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ നമ്മൾ കുറച്ചങ്ങോട്ട് പോയി കഴിയുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഒരു ആവശ്യകതയാണ്. 10 കൊല്ലം മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ച് അതുമായിട്ട് തന്നെ ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകുക എന്നുള്ളതിനേക്കാളൊപ്പം കുറച്ചുകൂടെ ലോകം മറന്നു മനസ്സിലാക്കി നമ്മളുടെ അവസ്ഥ എന്താണ്, നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ചിലപ്പോൾ പണ്ട് പറഞ്ഞൊരു തമാശ പറയാൻ പറ്റില്ലായിരിക്കും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ അവസ്ഥകൾ മാറുന്ന സമയത്ത്, നമ്മുടെ സ്ഥാനം മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടണം. ആദ്യത്തെ 3 സിനിമ വർക്കായാലും ചിലപ്പോൾ ഇയാളെ എഫേർട്ട് ഇടണം മാത്രമായിട്ടുണ്ടാവില്ല. അന്ന് അത് മതിയായി വരണം. പിന്നീട് നമ്മുടെ സിനിമ അതേ കാലം അതേ സമയത്ത് ഡേവിഡ് പടിക്കലിന് കുറച്ചുകൂടെ എഫേർട്ട് ഇട്ടാൽ മാത്രമേ അയാളെ കണ്ടുപോലെയുള്ള ആക്ടേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ അയാൾക്ക് അയാളോട് തന്നെ ഒന്ന് കോമ്പീറ്റ് ചെയ്ത് അയാൾ മുമ്പ് ചെയ്ത സിനിമകളെ നന്നായിട്ട് പെർഫോം ചെയ്യാനൊക്കെ ആയിട്ടുള്ള അയാൾക്ക് ആ ഒരു ഫയർ കിട്ടുന്ന ആൾക്കാർ. ഈ സൗന്ദര്യ സിനിമയുടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഡേവിഡ് പടിക്കലിന് ഈ സാധാരണക്കാരായിട്ടുള്ള കണക്ട് മിസ് ആവുന്നു, എമ്പതി മിസ് ആവുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ. അപ്പൊ അതുപോലെ ഇപ്പൊ സാധാരണ രീതിയിൽ ഒരാള് നമ്മുടെ കലർമാർക്കറ്റ് നടത്തുന്ന പോലെ ഒന്നും നടക്കാൻ പറ്റില്ലായിരിക്കും. അപ്പൊ നമ്മുടെ വലിയ സൂപ്പർ സ്റ്റാർസിനെ പറ്റിയൊക്കെ പറയുന്നത് ഇപ്പൊ അവര് പണ്ടത്തെ പോലെ സിനിമകൾ ചെയ്യുന്നില്ല, സാധാരണക്കാരനായ സിനിമകൾ ചെയ്യുന്നില്ല, നിലത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ. ടോവിനോക്ക് ഇപ്പൊ എത്രത്തോളം പണ്ടത്തെ ബുള്ളറ്റിന് ബാറ്റ് പോലുള്ള ഉന്തി സ്റ്റാർട്ട് ചെയ്തിരുന്ന ടോവിനോയെ, അല്ലെങ്കിൽ മേക്കപ്പ് മാൻ ടിഷ്യൂ ഇല്ലാതെയോ പൈപ്പിനടി കൊണ്ടേക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് ടോവിനോ. ആ സാധാരണ ടോവിനോ ഉണ്ട്. ആ ടോവിനോ എത്രത്തോളം ഇപ്പൊ ഉള്ളിലുണ്ട്? അതൊക്കെ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ആ ടോവിനോ ഇപ്പോഴും ഉള്ളിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഞാൻ
ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അതേ സാധാരണക്കാരനാണ്. അവർക്ക് ഞാൻ മാറിയതായിട്ട് ഫീൽ ചെയ്യില്ല. കാര്യം ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അവർക്ക് എന്റെ മുമ്പേ അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ മാറിയിട്ടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും എന്റെ സാഹചര്യങ്ങൾ മാറിയിട്ടുള്ളത് അതും അവർ മനസ്സിലാക്കുന്നു. അപ്പൊ ഞങ്ങള് ഒരുമിച്ച് കുറെ സമയം സ്പെൻഡ് ചെയ്യുന്നതാണ്. ഈ നല്ല കുറെ വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അവരാരും ഈ സിനിമയിലുള്ള സുഹൃത്തുക്കളില്ല, സിനിമയിലെ സുഹൃത്തുക്കളുണ്ട്. അതിന് പുറത്ത് തന്നെ ചെറുപ്പം മുതൽ സ്കൂളിൽ പഠിച്ചിട്ട് കുറെ ഫ്രണ്ട്സുകളുണ്ട്, വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാവരും ഈ അവരവരുടെ മേഖലകളിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ഈ സിനിമ മേഖലയോട് യാതൊരു ബന്ധമില്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ എന്റെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ കൂടെയാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ പഴയതൊന്നും ഓർമ്മിപ്പിക്കേണ്ട വരാറില്ല. എനിക്ക് നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ സിനിമയിൽ വന്ന സമയം കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഓർക്കുന്ന ആളാണ് ഞാൻ. അതിന്റെ അർത്ഥം ഞാൻ മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പഴയതോ ഒരു പുതിയ ഒന്നുമില്ല. ഞാൻ തന്നെയായിട്ടാണ്. നിങ്ങളും തന്നെ കുറെ കാലമായിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പൊ ഈ സിനിമയ്ക്കുള്ള സിനിമകളുടെ റെഫറൻസുകൾ സാധാരണയാണ്. പക്ഷെ അത് പോസ്റ്റ് ആവരുതെന്നുള്ളൊരു നമുക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടാവും. ഈ മിന്നലുകളുടെ റെഫറൻസ് പോസ്റ്റ് ആവരുതെന്നുള്ളത് ആരുടെ തീരുമാനം? അയ്യോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ തിയേറ്ററിനാണ് ഞാൻ അറിഞ്ഞത്. അതായത് പക്ഷെ ആ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നി. ആ മൊമെന്റിന് അത് ഭയങ്കര യോജിക്കുന്നതായിട്ട് തോന്നി. ഇത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് അങ്ങനെ ആ ഒരു റെഫറൻസ് മനസ്സിലാക്കിയത്. അത് ആ മൊമെന്റിൽ ശരിക്കും പറഞ്ഞാല് അതിന്റെ ഒരു എന്താ പറയാ, ആ സീൻ കുറച്ചുകൂടെ ആസ്വാദികരമാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. കാര്യം മിന്നൽ തുള്ളിയുടെ പോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പിന്നെ അതൊരു കണക്ഷൻ ഉണ്ടല്ലോ. അത് പറഞ്ഞ സ്പോയിലർ ആവുന്നതുകൊണ്ടാണ്. അപ്പൊ അതെനിക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു. ഞാനത് എൻജോയ് ചെയ്തു. ഇതിനകത്ത് ഒരുപാട് നിങ്ങളൊക്കെ കൂടെ അഭിനയിക്കുന്ന കുറെ ആളുകളൊക്കെ റെഫറൻസ് ഒരുപാട് ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത പോലെ അങ്ങനെ കുറെ കുറെ, അതായത് നമുക്കത് സത്യം അറിയില്ല ആക്ച്വലി എന്താ നടക്കുന്നത്. നിങ്ങൾ ഫിക്ഷനായിട്ട് സമീപിച്ചിരിക്കുക. പക്ഷെ വളരെ ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾക്ക് ഈ സിനിമയായിട്ട് വലിയ സാമ്യമുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ഇത് അവർക്ക് വേദനയാവും അങ്ങനത്തെ തോട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്? ഒരിക്കലും ഒരാള് ഇന്ന ആളാണെന്ന് പറയാൻ വേണ്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് തോന്നുമായിരിക്കും, ചിലപ്പോ എനിക്ക് വരെ തോന്നും ഇത് ഞാനാണോ. എല്ലാ ആക്ടറും തോന്നാവുന്ന പരിപാടികളുണ്ട്. ഒരു സമയത്ത് നമ്മൾ പല രീതിയിലായിരിക്കും നിൽക്കുന്നത്. അപ്പൊ ഇത് എല്ലാ ആൾക്കാരുടെയും കുറച്ചുണ്ട്. അപ്പൊ അത് ഇന്ന ഒരാൾക്ക് നമ്മൾ ദ്രോഹിക്കാൻ വേണ്ടി ഒരാളെ പോയിന്റ് ചെയ്ത് ഒരിക്കലും ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യുകയില്ല. സുബിനോട് ചോദിക്കാം. സിനിമയ്ക്കകത്ത് ഒരു കഥ പറയുന്നത് ആന്റണി ഒരു കഥ പറയുന്നത്. അപ്പൊ റിയൽ ലൈഫിൽ അങ്ങനെ മിസ്സായി പോയതിനും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, ഒരുപക്ഷെ ഞാൻ ജനിച്ചതും വളർന്നതും മദ്രാസിലാണ്. അപ്പൊ അങ്ങനെ ഈ കോടമ്പാക്കം ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് ഒരു കണക്ട് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അതായിരിക്കും സുബിനൊക്കെ ആയിരിക്കും അതിന് ഉത്തരം പറയുന്നത്. പക്ഷെ ഞങ്ങൾ ആന്റണിയോട് ചോദിച്ച് പരീക്ഷ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു ഫോർമാറ്റ് പറഞ്ഞിട്ടുള്ളതാണ്. സൗമിക ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്, സൗഹൃദമുണ്ട്. ഒരേ സിനിമയിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് കോമ്പറ്റീഷൻ വരുന്നത് ഈ സിനിമയിൽ തന്നെയാണ്. സൗമികയോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്യാനായിട്ട്. കാര്യം പുള്ളിയും വളരെ സീരിയസ് ആയിട്ട് സിനിമ സമീപിക്കുന്ന ഒരാളാണ്. ഈ ക്യാരക്ടറിനാണെങ്കിലും പുള്ളിക്ക് ഞാൻ വളരെ എന്താ പറയാ സന്തോഷവാനാണ് പുള്ളി ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന രീതിയിൽ. ഭയങ്കര രസമായിട്ട് അതിനെ ഓവർഡു ചെയ്യാതെ അയാളെ ഇപ്പൊ ഒരു ആക്ടിംഗ് ട്രെയിനിൽ വരുന്ന സമയത്ത് അയാളും എല്ലാം കഴിഞ്ഞ ഒരു ഇൻവിൻസിബിൾ ആയിട്ടുള്ള ഒരാളായിട്ടാണ് അയാളെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അയാളുടെ ക്യാരക്ടറെ ഇയാൾ ആധുനിക മനുഷ്യനാണെന്നൊക്കെ പറയുകയും പക്ഷെ ഇയാൾ സാധാരണ ഒരു മനുഷ്യനാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരാള് അയാളുടെ ചുറ്റുപാടുകളോ അയാളുടെ എത്രയൊക്കെ അയാൾ തമാശകൾ നടക്കുന്നതെന്ന് പറഞ്ഞാലും അയാൾക്ക് ഒരു ജീവിതത്തിൽ ഒരു അറിവുണ്ട്, കുറച്ച് കാര്യങ്ങളിൽ അറിവുണ്ട്. അത് നമുക്ക് ചില സീനുകളിൽ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ എന്നാൽ അത് മാത്രമല്ല, അയാളുടെ ക്യാരക്ടറിന്റെ സവിശേഷതയും കൂടെ ഈ ഡേവിഡ് പടിക്കലിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ സിനിമയിൽ. ഈ ഡേവിഡ് പടിക്കലിനെ ആസ് എൻ ആക്ടറും ആസ് എ ഹ്യൂമൻ ബീയിങ്ങും പെട്ടെന്നാക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് സൗകര്യം ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് തോന്നിയത്. വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ നമ്മൾ ഒരേപോലെ ചിന്തിക്കുകയും ഒരേപോലെ സിനിമ കാണുകയും സ്നേഹിക്കുകയും സിനിമ സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു സൗകര്യം വർക്ക് ചെയ്യുമ്പോൾ. ഈ കോളനി എന്ന വാക്ക് വളരെ മോശമായ വാക്കാണോ? അതിലൊരു സീനിൽ അതിൽ പരാമർശിക്കുന്നുണ്ട്. വളരെ മോശം അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പരാമർശിക്കുന്നത്. അയാൾ അതങ്ങനെയാണ് ചിന്തിക്കുന്നത്. അയാളുടെ പ്രശ്നങ്ങളാണ് നമ്മൾ
നമ്മൾ ഈ സിനിമയിൽ പറയുന്നത്. അയാളുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ അയാളുടെ എന്താ പറയാ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ബോധ്യമില്ലായ്മ, അങ്ങനെയുള്ള ബോധ്യമില്ലായ്മ ഉണ്ടായതിനു ശേഷം പുള്ളി ഒരിക്കലും അങ്ങനെ ഒരാളെ ആ വാക്ക് വെച്ചിട്ട് ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി വിളിക്കുന്നത്. ആ സീൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഉള്ള ഒരു ദുരുദ്ദേശത്തോടുകൂടിയാണ് അയാൾ ആ സീൻ അത് വിളിക്കുന്നത് പോലും. അത് ഡേവിഡ് എന്ന് പറയുന്നതിന് നമ്മൾ ഒരിക്കലും അയാൾ നല്ലൊരു ഭയങ്കര നല്ലൊരു എന്താ പറയാ അതെ ഞാൻ പറഞ്ഞത് ആ ഒരു വാക്കിന്റെ കാര്യമാണ്. വാക്ക് ആ ഒരു കോണ്ടെക്സ്റ്റിൽ അയാൾ ഉപയോഗിച്ചിരിക്കുന്നതൊക്കെയാണ്. അതൊരു കാരണവശാലും ഒരു മോശം വാക്കുമല്ല. അങ്ങനത്തെ ഒരു റീകൺസിഡറേഷൻ നമുക്ക് എന്തായാലും ഇല്ല. അപ്പൊ അതിനകത്ത് വീണ്ടും പറയുന്നു ആ ക്യാരക്ടർ അത്ര എല്ലാം തികഞ്ഞതല്ല. അത് കാരണം കൊണ്ട് അവൻ പല മോശം കാര്യങ്ങൾ പറയും. അത് തന്നെയാണ് നമ്മൾ തുറന്നുകൊണ്ട് കാണിക്കുന്നത്. പക്ഷെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും അയാൾ അതിലേക്ക് ഒരു റിഡംഷൻ സംഭവിക്കുന്നുണ്ട്. സിനിമ തുടങ്ങുമ്പോൾ അതിനൊരു ത്രില്ലർ സ്പേസ് ഉണ്ടല്ലോ. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് മൊത്തം ഡേവിഡ് പടിക്കലിന്റെ പല പല പ്രശ്നങ്ങൾ, അത് എത്രത്തോളം ഉത്സവം, അതിനൊരു സുഖം ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് അതിനൊരു അയാളുടെ റിയലൈസേഷൻ അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലേക്ക് നോക്കും. അവിടെ ഒരു ഫീൽ ഗുഡിലേക്കൊക്കെ മാറുന്നുണ്ട് ഈ സിനിമ. അപ്പൊ അതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനമൊക്കെ ആയിട്ട് ആളുകൾ പറയുന്നത്. ഫസ്റ്റ് ഹാഫ് തീർന്നു അറിഞ്ഞില്ല, സെക്കൻഡ് ഹാഫ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറെ ജീവിത ദർശനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ട്രാക്ക് മാറ്റം കുറച്ചും കൂടി സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി പൾസേറ്റിംഗ് ആക്കായിരുന്നു, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ തന്നെയായിരുന്നു ഇനീഷ്യൽ തോട്ട്സ്. നമ്മളിങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അതായത് ഒരു ബേസിക്കലി ഒരു അൺയൂഷ്വൽ സ്റ്റോറിയാണ്. നമ്മൾ ഇതുവരെ പറയാത്തൊരു സ്റ്റോറി പറയണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് നമ്മൾ ഈ സിനിമയുടെ ഐഡിയ വരുന്നത്. അപ്പോൾ ചില പാറ്റേൺ പൊളിച്ച് പുതിയൊരു എക്സ്പീരിയൻസ് ആൾക്കാർക്ക് കൊടുക്കാം എന്നുള്ളൊരു തോന്നിയാണ്. സിനിമ വീണ്ടും വീണ്ടും കാണാൻ വൺ ടൈം വാച്ച് അല്ലാത്തൊരു മൂവി ആയിട്ട് വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു മിക്സ്ഡ് റെസ്പോൺസ് കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെട്ടവരുണ്ട്, അത് ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് കൂടുതൽ ആൾക്കാർ തിയേറ്ററിലോട്ട് എത്തുമ്പോൾ അതായത് നമ്മൾ ബാക്കിയുള്ളത് കേൾക്കാൻ നമ്മൾ തന്നെ തിയേറ്ററിലോട്ട് വരുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലോട്ട് കിടക്കുമ്പോൾ കുറച്ചുകൂടെ ഈ മൂവിനെ പറ്റി ഡിസ്കഷൻ നടക്കും. അതുപോലെ ഇതുപോലത്തെ ചർച്ചകൾ നടക്കുന്നത് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് തന്നെയാണ് സിനിമയുടെ വിജയമായിട്ട് കരുതുന്നത്. ഈ രഞ്ജിത്ത് സാറിന്റെ ക്യാരക്ടറിനെ നോക്കിയിട്ട് ജന്മീന്നും ഫ്യൂഡൽ മാണവീതൊക്കെ ഒഴിപ്പിക്കാൻ ആകെ ഐഡിയ എങ്ങനെയാണ്? അല്ല, അത് പുള്ളി നമ്മുടെ സ്പോട്ട് ചെയ്യാൻ അത് എന്താ പറയാ, അത് പൊതുവെ നമ്മൾ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അത് എനിക്ക് പ്രശ്നമായിട്ട് തോന്നില്ല, പുള്ളിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. എൻജോയ് ചെയ്താണ് പുള്ളിയെ ക്യാരക്ടർ ചെയ്തത്. ഹാപ്പി ആയിരുന്നോ അങ്ങനത്തെ പരാമർശങ്ങളൊക്കെ വരുന്നുണ്ടോ? പക്ഷെ എനിക്ക് തോന്നുന്നത് കാര്യം ഞങ്ങള് ഒരു ദിവസം കുറെ ദിവസങ്ങള് ഷൂട്ട് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഭയങ്കര ഫണ്ണായിട്ടും ഭയങ്കര സെറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് പുള്ളി തമാശയൊക്കെ കുറച്ച് ചിരിച്ചു വെച്ചു. അത് നമുക്ക് പെട്ടെന്ന് പുറത്തു നോക്കുമ്പോൾ ഭയങ്കര സീരിയസ് ഒരു മനുഷ്യനാണെന്ന് തോന്നുകയാണെങ്കിൽ ഭയങ്കര രസമുള്ള ഹ്യൂമർ സെൻസും ഇവർ രണ്ടുപേരും കൂടെയുള്ള സീനിലൊക്കെ എനിക്ക് അത് ഭയങ്കര വർക്കായിട്ട് തോന്നി. പുള്ളിയുടെ ചെറിയ റാങ്കിങ് പോലത്തെ അപ്പൊ അതൊക്കെ അത് നല്ല ഹ്യൂമർ സെൻസുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പുള്ളി സിനിമയിൽ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് പുള്ളി വരെ ആൾക്കാർക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് ഒരു പ്രശ്നം തോന്നിയതായിട്ട് ഒരു സൂചന പോലും ഞാൻ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഈ ശരിക്കും ഡേവിഡിന്റെ ബാക്ക് സ്റ്റോറി ശരിക്കും ആൾക്കാരുടെ കൺഫ്യൂസ്ഡ് ആവുമല്ലോ ചില സിറ്റുവേഷൻ. ഡേവിഡ് എങ്ങനെയാണെന്നൊക്കെ. അപ്പൊ ഈ പ്രൊമോ മെറ്റീരിയൽസ് മുമ്പ് ഈ ഒരു ഫുൾ സോങ് ശരിക്കും ഈ ഡേവിഡിന്റെ ചൈൽഡ്ഹുഡിനെ വെച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു അൺയൂഷ്വൽ സ്റ്റോറി പറയുമ്പോൾ ഈ അൺയൂഷ്വൽ പ്രൊമോ മെറ്റീരിയൽസ് വേണമെന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു. അത് ആക്ച്വലി ജീനാണ് ഫസ്റ്റ് പറഞ്ഞത്. ഒരു ഒറിജിൻ സ്റ്റോറി പോലെ ഒരു സോങ്ങിൽ ആ സ്റ്റോറി പറയാം. പക്ഷെ അത് സെയിം ടൈം നമ്മുടെ സിനിമ കാണുമ്പോൾ എനിക്ക് സോങ് കാണുന്നവർക്ക് അത് കണക്ട് ആവുന്നുണ്ട്. എന്താണ് പുള്ളിയുടെ ലൈഫിൽ സംഭവിച്ചെന്നുള്ളത് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതൊരു അൺയൂഷ്വൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഒന്നാണ് ഒറിജിൻ സ്റ്റോറി എന്നുള്ളൊരു കൺസെപ്റ്റ്. പലപ്പോഴേ നടന്ന ഇൻസിഡൻസ് ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴൊക്കെയോ നടന്നിട്ടുള്ള ആരൊക്കെയോ ഇൻസിഡൻസ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം, ഇങ്ങനെ ഒരു സിനിമയ്ക്കുള്ള ഇങ്ങനെ ഒരു കഥ വന്ന് ആ ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയാണ്? ബേസിക്കലി എനിക്ക് പേഴ്സണൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ സിനിമയെ പറ്റി തന്നെ സംസാരം കാണുമ്പോൾ ഓഫ് കോഴ്സ് ആൾക്കാർക്ക് ഇറിറ്റേഷൻ തോന്നാറുണ്ട്. സിനിമ മാത്രമല്ല, ലോകത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇത് ഒരു ജോണർ മാത്രമാണ്. സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറഞ്ഞൊരു ജോണർ മാത്രമാണ്. ഒരുപാട് ജോണർ സിനിമകൾ വരുന്നുണ്ട്. ഇതൊരു പർട്ടിക്കുലർ ജോണറാണ്. അപ്പൊ ആ ജോണർ സിനിമയെ എൻജോയ് ചെയ്ത് അതൊരു ഒരു റിപ്പീറ്റബിൾ വാല്യൂ അല്ലെങ്കിൽ അതൊരു എന്താ പറയാ ഒരു പിന്നെ പിന്നെ ആൾക്കാർക്ക് കാണാൻ ഒരു തയ്യാറാകുന്ന രീതിയിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യണം. അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്നവർ സിനിമ എന്താണെന്ന് അറിയാനായിരിക്കുന്നത് ഇതിനുള്ളിൽ നടക്കുന്ന പ്രോസസ്സൊക്കെ നമുക്കൊന്ന്
അതിനോട് പറയണം എന്ന് തോന്നിയിട്ട് പുറത്ത് നന്നായിരിക്കും. ഇൻഡസ്ട്രിയിൽ തന്നെ 2 ഷൈൻ സ്റ്റാർസ് ചെയ്യുന്നുണ്ട്, ധ്യാനും ഷൈൻജറും. അപ്പോൾ അവരെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? നമ്മൾ ബേസിക്കലി സിനിമയ്ക്കുള്ള സിനിമ കാണുമ്പോൾ ഉദയനാഥാണെങ്കിൽ അത് ലോകദാസ് സാറും അതുപോലെ കൊച്ചദീപ സാറും അവരൊക്കെ നിന്നിട്ടാണ് പറയുന്നത്. ശരിക്കും പുള്ളിയുടെ എഴുതിയ സ്ക്രിപ്റ്റ് ആണെന്ന് ചോദിക്കുന്ന ഡയലോഗ് നമുക്ക് ഭയങ്കര കീഴിലായിട്ട് തോന്നുന്നത് അവർ സിനിമയിലുള്ളവർ തന്നെ അത് ചെയ്യണം. വേറൊരു ആക്ടർ ചെയ്യുമ്പോൾ അത്ര ബിലീവബിളല്ല. അപ്പം സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഓൾറെഡി ഉള്ള ആക്ടേഴ്സിനെ അവരായിട്ട് തന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാർക്കും അതൊരു ബിലീവബിലിറ്റി അതുപോലെ ഒരു എൻജോയ് ചെയ്യാനുള്ള ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു നടത്തിയ കാസ്റ്റ് ചെയ്യണം. ഡേവിഡ് ബെക്കലിന്റെ ആരാധകനായിട്ടുള്ള ചന്തു ചെയ്ത റോൾ നമുക്ക് ശരിക്കും അറിയാം. ഡേവിഡ് ബെക്കൽ എത്രത്തോളം അദ്ദേഹം ഞാൻ ഒരു മോശം എന്ന് പറയുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ഒരു മാനവികത, ഉള്ളിലൊരു സ്നേഹം, ആ പോകുന്ന സിറ്റുവേഷൻ ഡീറ്റെയിൽ പറയുന്നില്ല. എന്നിരുന്നാലും അവിടെ ചോദിച്ചിട്ട് വേറെ ഉണ്ട്, ബാബുവിൻ്റെ അടുത്തേക്ക് എന്തിനു പോകുന്നു എന്നുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ഘട്ടത്തിലാണ് ഇത് ഈ ചന്തു വിളിക്കുന്നത്. അപ്പോൾ അവിടുന്ന് എത്രയും വേഗത്തിൽ അവിടെ എത്തി ആ ഒരു രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ചിന്തയാണ് അവിടെ. മറ്റു വേറെ ഒക്കെ വിട്ടിട്ട് ആ ഡേവിഡ് ബെക്കലിന്റെ ഒരു ശരിക്കും മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്തരത്തില് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും മൊമെന്റിൽ ഇതുപോലൊരു ആരാധകൻ എനിക്ക് ഇപ്പൊ കണ്ടില്ലെങ്കിൽ എനിക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിൽ എന്തെങ്കിലും മൊമെന്റ് ഞങ്ങൾ പറയുന്നുണ്ട്. ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് ഞാൻ ആ ഡേവിഡ് ബെക്കലിന്റെ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ മൊമെന്റിൽ അങ്ങനെ ഒരാൾ വെച്ച് പറയുമ്പോൾ അവരപ്പോ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതായത് ഇൻഡയറക്ട്ലി ഒരു പ്രധാന കാരണം ഇവനാണ്, ഇവരോടുള്ള സ്നേഹമാണ് എന്നുള്ളതിന്റെ ഒരു മോറൽ ഒബ്ലിഗേഷനിലാണ് ഇവൻ പോകുന്നത്. അത് അതാണ് അത് അല്ലെങ്കിൽ മോറൽ ഒബ്ലിഗേഷൻ ഇയാൾക്ക് ആ സമയമാകുമ്പോഴത്തേക്കും വന്നു എന്നുള്ളതാണ് ആ സീനിലൂടെ മനസ്സിലാക്കുന്നത്. എനിക്ക് അങ്ങനത്തെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ ഉണ്ടാക്കിയാൽ പേടിച്ചു പോലും ഒരാളെ വിളിച്ച് അങ്ങനെ എനിക്കറിയില്ല, എനിക്കെന്തായാലും ഉണ്ടായിട്ടില്ല. ആരെങ്കിലും മമ്മൂട്ടി കാലത്തെ കുറിച്ച് ഞങ്ങൾക്ക് ചാവാൻ പോകുന്ന ചാവട്ടി വരുന്നുണ്ടോ? കാരണം അത് പ്രാക്ടിക്കൽ അല്ല, സിനിമയിൽ കാണിക്കുന്ന വേണ്ടിയിട്ടുണ്ടോ വെറുതെ കുറിച്ച് ഞാൻ ആരാധകരാണ് ഞാൻ ചാവാൻ പോകുന്നത്. ഇതിന്റെ ട്രെയിലർ ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു, പക്ഷെ അത് ഫിലിം ആണ് പറയുന്നത് ഒരു ഇമോഷണൽ ജേണിയാണ് ഡേവിഡിന്റെ. പക്ഷെ അത് പ്രേക്ഷകർക്ക് മിസ്ലീഡ് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? പക്ഷെ ഒരു ട്രെയിലർ സിനിമ ഉണ്ടായിരുന്നു. അല്ല, പ്രേക്ഷകർ വിചാരിക്കുന്ന ഒരു വൈബ്, ഒരു ഫുൾ കളർഫുൾ വൈബ്. ഇമോഷണൽ ആണ് എന്നുള്ളത് കൊണ്ട് അത് എൻഗേജിങ്ങോ എന്റർടൈനിങ്ങോ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ കളർഫുൾ എന്റർടൈനർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടാൽ കളറൊക്കെ ഇതില്ലേ, അതിനൊക്കെ വളരെ സത്യസന്ധമായിട്ടുള്ള ഇമോഷൻസുമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ഈ സിനിമയുടെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്റർവ്യൂസിൽ വന്നിരുന്നിട്ട് നമ്മൾ അങ്ങനെ സിനിമയുടെ ഇമോഷണൽ ഡ്രാമയാണെന്നോ അല്ലെങ്കിൽ ആക്ടറിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നോ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി ഈ സിനിമയുടെ ഭാഗത്ത് ഒരു ശ്രമം ഉണ്ടായതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഈ സിനിമ അത് ഇമോഷണൽ ജേർണി മോശമാണെങ്കിൽ അത് മോശമാണെന്ന് പറയുന്നത് മനസ്സിലാക്കാം. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മിസ്ലീഡ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് ഒരു സിനിമ ഇഷ്ടപ്പെടാതെയൊന്നും തോന്നുന്നില്ല. ഇപ്പൊ ഈ ശരിക്കും പഠിക്കുന്ന മൊത്തത്തിലൊരു ഐഡന്റിറ്റി ഉണ്ടല്ലോ. ഈ പഠിക്കുന്ന കൂടെയുള്ളവരൊക്കെ ഭയങ്കര ബ്രാൻഡ് കോസ്റ്റ്യൂംസ് കളർഫുൾ ആയിരിക്കും. ഈ കാറിന്റെ നമ്പർ 911 ആയിരിക്കും. സോ ഇതൊക്കെ ഐഡന്റിറ്റി പരിപാടി ഉണ്ടല്ലോ, അത് ശരിക്കും ക്യാരക്ടറൈസേഷൻ ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് തുടക്കം മുതലുണ്ടായിരുന്നു. എല്ലാവരുടെയും ഈ കോസ്റ്റ്യൂംസിൽ ഇപ്പൊ സുരേഷ് ഏട്ടനാണെങ്കിലും കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, എന്റെ കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, ബാലുവിന്റെ കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, ഇതെല്ലാം നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. സിനിമയുടെ ആദ്യം എന്റെ അടുത്ത് പറയുന്ന രൂപത്തിനകത്ത് കോസ്റ്റ്യൂംസിന്റെ ഒരു ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മുടെ ക്യാരക്ടേഴ്സിന്റെ ഐഡന്റിറ്റി അപ്പോഴും വളരെ വ്യക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ സുരേഷ് ഏട്ടനാണ് എല്ലാ കാര്യങ്ങളും ഡേവിഡിന്റെ ചുറ്റും വരുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലും മാനേജ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ബാലുവിന്റെ ആണെങ്കിൽ ബാലു എല്ലാത്തിനും കൂടെ കൂടുകയും എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ മോശമാണെന്ന് അത് മുതലാളിയോട് പറയും എന്ന് പറയുന്ന പോലെ
സൗദിയുടെ ക്യാരക്ടറുണ്ടായിരുന്നു, ആദ്യ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് സാധാരണ ഒരു ഇതുപോലെ ചന്ദ്രന്റെ ക്യാരക്ടർ ഉണ്ടായിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സിനും അതുപോലത്തെ ഒരു ഐഡന്റിറ്റി അത് കഥ പറയുന്ന സമയത്ത് ഉണ്ടായിരുന്നു. കാറിന്റെ നമ്മൾ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു, അതെനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഈ സിനിമയിൽ എല്ലാ ആക്ടർ ഒരു സിനിമയ്ക്ക് വേണ്ടി നടത്തുന്നത് റിസർച്ചിനെ പറ്റിയിട്ടും അതിന്റെ ചൈഡലിനെ പറ്റിയിട്ടൊക്കെ പറയുന്ന ഒരു പോർഷൻ. അപ്പൊ അതുപോലെ ഒരുപാട് സൂപ്പർ സ്റ്റാർസും സൂപ്പർ ആക്ടേഴ്സിലൂടെ വളരെ ഇനീഷ്യൽ സ്റ്റേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ധനുഷിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്, ലാലിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും അവരിന്ന് പറഞ്ഞു കേട്ടതോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് എടുത്തിട്ട് കരിയറിൽ യൂസ് ചെയ്തിട്ടുണ്ടോ? അതിനൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടില്ല. അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് അവരിൽ നിന്ന് ഇങ്ങനെ ഷെയർ ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ പല സ്ഥലങ്ങളിലും വായിച്ചിട്ടുണ്ട് ഇതുപോലെ. ഇപ്പോ ഡാനിയൽ ഡി-ലൂയിസ് എന്നുള്ള ആക്ടർ ഓരോ സിനിമയ്ക്ക് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളിയുടെ റിട്ടയർ ചെയ്ത് പോയിട്ട് കുറച്ചാൾ പോപ്പുലറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ഇപ്പൊ വീണ്ടും റിട്ടയർ എടുത്തിട്ട് പോയേക്കാണ്. പുള്ളി വേറൊരു രീതിയിലാണ്. അതുപോലെ ഞാൻ നമ്മുടെ ആദ്യം ഹുസൈൻ എന്നുള്ള ആക്ടർ, അദ്ദേഹവും ഈ പറഞ്ഞ പോലെ ഓരോ സിനിമകൾ കഴിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയി താമസിക്കും. അദ്ദേഹത്തിന്റെ ഒരു പ്രോസസ്സും ഭയങ്കര രസമാണ് ഞാൻ കേട്ടത്. ഇതൊക്കെ കേട്ടും വായിച്ചൊക്കെ ഓരോരുത്തർ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെ അറിയാവുന്നത്. അത് പേഴ്സണലി എന്റെ അടുത്ത് അങ്ങനെ ആരും ഷെയർ ചെയ്തത് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഇല്ല. സിനിമകൾ വരുന്നതനുസരിച്ചാണ് നമ്മൾ പ്ലാനുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യട്ടെ, അത് ഉറപ്പായിട്ടും ചെയ്യും. ഞാൻ കുറച്ചൊക്കെ പുസ്തകം വായിക്കുന്നത് അതിന് നിർബന്ധമൊന്നുമില്ല. പുസ്തകം വായിക്കാതെ ആളുകളായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പുസ്തകം വായിക്കുന്നതിനേക്കാളും അറിവുള്ള ആളുകളായിട്ട് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ കിട്ടിയതില്ല. പുസ്തകം വായിക്കുന്നത് പക്ഷേ ഈ ഇമാജിനേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. നമ്മള് ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആരെങ്കിലും ഷൂട്ട് ചെയ്തിട്ടുള്ള വേറെ ആരുടെയൊക്കെ മനസ്സിലാകുന്ന ഒരു കാണുന്ന വിഷ്വലാണ് നമ്മൾ അവർ എടുത്തു വെച്ചിരിക്കുന്ന വിഷ്വലാണ് കാണുന്നത്. പക്ഷെ പുസ്തകം വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിനേക്കാൾ ഉപരി വേറൊരു വിഷ്വല് നമ്മുടെ ഇമാജിനേഷൻ ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അത് നല്ലൊരു ട്രെയിനിങ് ആവുമായിരിക്കാം ക്രിയേറ്റീവ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്. പക്ഷെ അത് നിർബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഓരോരുത്തരുടെ പ്രോസസ്സ് ഓരോന്നായിരിക്കും. പക്ഷെ ഈ ഡേവിഡ് എന്നുള്ള കഥാപാത്രം അങ്ങനത്തെ ബുക്ക് ആക്സിഡന്റിൽ കിട്ടുന്നതാണെങ്കിലും അയാൾ വായിക്കുകയും അയാൾ ഒരു സമയത്ത് അത് ഉപയോഗിക്കും. അതിലുള്ള ചില കാര്യങ്ങളെല്ലാം തിരിച്ചറിവുകളായിട്ട് അയാൾക്ക് കിട്ടുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിലായിരുന്നെങ്കിലും ബാലു ചെയ്ത കഥാപാത്രങ്ങൾ എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് ഓടുക, അല്ലെങ്കിൽ കോമഡി ആയിട്ട് ചെറിയ ക്ലിപ്പുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നടിക ചിത്രത്തിൽ കുറച്ചുകൂടി ഇമോഷണൽ സപ്പോർട്ടായിട്ട്, അല്ലെങ്കിൽ മച്ചാനെ കുറിച്ച് നിർത്തിയേക്കുന്ന കഥാപാത്രമല്ല, കുറച്ച് ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ എനിക്ക് മറ്റേ അനീബി പോലത്തെ ഒരു കഥാപാത്രം ഡയറക്ടർ പ്രത്യേകിച്ചിട്ടുണ്ട്? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒരു ആക്ട്രസ് സംബന്ധിച്ച് പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാകാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, അതിനുവേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ കൂടുതൽ ചൂസ് ചെയ്യാൻ നോക്കുന്നത്. പിന്നെ ഈ ഇപ്പോഴത്തെ ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. ഇപ്പൊ നമ്മള് ഇയാളെ ഹ്യൂമർ, അത്യാവശ്യം ഹ്യൂമർ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും വളരെ സത്യസന്ധനാണ്. ഇയാളുടെ ട്രൂ ഇമോഷൻസ് പ്രോപ്പറായിട്ട് ഡേവിഡിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു നല്ല ക്യാരക്ടറായിട്ട് ചൂസ് ചെയ്തത്. അത് എപ്പോഴും ഒരിക്കലും നമ്മൾ കോടിക്ക് വേണ്ടിയല്ലോ, പണം നല്ലാൻ വേണ്ടി ചെയ്യണം. പണം നന്നാകുമ്പോൾ കുറെ കോടികളൊക്കെ ഉപയോഗിക്കും. നടികരുടെ ഷൂട്ട് പറഞ്ഞതിനേക്കാളും മുമ്പ് അതിലൊരു തലമാലയൊക്കെ കഴിഞ്ഞിട്ട് സമയത്ത് ഒരു ഫോട്ടോഷൂട്ട്, ഒരു ഫസ്റ്റ് ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ സൗകര്യം ഓൾറെഡി സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ഈ പറയുന്ന സിനിമയുടെ ചിത്രത്തിൽ ഡയറക്ട് ചെയ്യുന്ന കഥ ഇതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. സോ എന്റെ അടുത്തിന്റെ കഥയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് 2022 ഓഗസ്റ്റിലെ ഒരു കാര്യമാണ്. അപ്പൊ അന്ന് മുതൽ ഈ സിനിമ ഞാൻ വേറെ സിനിമയുടെ ഷൂട്ടിലായിരുന്ന സമയത്താണെങ്കിലും ഇടയ്ക്ക് വിളിക്കുമ്പോൾ കാണുമ്പോഴും ഈ സിനിമയുടെ മഞ്ജുമലിന്റെ അപ്ഡേറ്റ്സ് എനിക്ക് അറിയാൻ പറ്റാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മളുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നത് മഞ്ജുമൽ ബോയ്സിന്റെ സെറ്റിലാണ്.
ജീനുണ്ട്, ഷൈനുണ്ട്, അങ്ങനെ എല്ലാവരും നമുക്ക് വളരെ അടുപ്പമുള്ള ആൾക്കാരാണ്. അവിടെ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കും. ഈ ഷൂട്ടിംഗ് പ്രോസസ്സിലാണെങ്കിൽ അതവിടെ സെറ്റ് ഇട്ടിട്ടുണ്ട് അവര് കാലടിയിൽ ഒരു കോടമ വെച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് മുതലേ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്നിട്ടുള്ള ഒരു സിനിമയാണ്. ആ സിനിമ അതൊക്കെയാണ് ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്ത് ആദ്യം പോകേണ്ട വലിയ നമ്മളൊരു KGF പോലത്തെ സിനിമയോ ബാഹുബലി പോലത്തെ സിനിമയോ എല്ലാം മലയാള സിനിമയോ വരുന്നത് അത് ഇങ്ങനെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇമോഷണലി മൂവിംഗ് ആയിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് പോലത്തെ സിനിമ ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ അന്ന് മുതലേ ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ സിനിമ അങ്ങനെ ബൗണ്ടറീസ് കടന്ന് പോകേണ്ട ഒരു സിനിമയാണ്, എനിക്ക് വലിയ പ്രതീക്ഷ കൂടിയുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് അന്ന് ഈ സിനിമയുടെ പ്രമോഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനന്ന് ക്രൗൺ പ്ലാസ ഹോട്ടലിലേക്ക് ഞാൻ വന്ന് കയറുമ്പോൾ അപ്പൊ അന്ന് പിറ്റേ ദിവസം അഡ്മിഷൻ അടുത്ത് വിളിച്ചായിരുന്നു. അപ്പൊ അതിന്റെ പ്രമോഷണൽ പ്രസിദ്ധീനൊക്കെ ഞാൻ വന്ന് കയറുമ്പോൾ ഞാൻ കാണുന്നത് ഒരു വണ്ടി എന്റെ ഒരു സുഹൃത്തുക്കൾ ഒരു വണ്ടി കയറി പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ആ സമയത്ത് ഞാൻ പറഞ്ഞത് ഈ സിനിമ ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണെന്ന്. പ്രതീക്ഷയോടെ തെറ്റിച്ചില്ല, വളരെ ഗംഭീരമായിട്ടുള്ള ആ സിനിമ അത് ഏറ്റവും വലിയ സക്സസ് കഴിക്കുന്നത് തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷപ്പെടുന്ന കാര്യമാണ്. ഇപ്പോഴും അതിന്റെ സന്തോഷം തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. കാര്യം ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്താണ് ഞാൻ മഞ്ഞുമൽ പോലെ കൂട്ടിയത് സൗകര്യമായി കാണിച്ചത്. അപ്പൊ അന്നേ എനിക്ക് ഉറപ്പുണ്ടായിരുന്ന സിനിമ എന്റെ സോളോ സിനിമയായിരിക്കും, അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ആക്കിയാൽ പറ്റുന്ന സിനിമയാവും. അത് കറക്റ്റായിട്ട് സംഭവിച്ചു എന്നുള്ളത് കൂടുതൽ സന്തോഷം. അങ്ങനെയൊന്നും ചോദിച്ചാൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു രീതിയിൽ ഞാൻ ഒന്നിനെയും കരുതാറില്ല. എല്ലാ സിനിമയും നമ്മളെന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ സിനിമ കണ്ടിട്ടുള്ള പ്രേക്ഷകർ എന്ത് പറയുന്നു എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെയാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. സാധാരണ പ്രേക്ഷകരുടെ റെസ്പോൺസ് എന്താണ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതും ഞാൻ സിനിമ റിലീസ് ആവുന്നത് തീർച്ചയായിട്ടും അതിന് വേണ്ടി തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് എഴുതിയ ഒരു പരീക്ഷയുടെ പേപ്പർ നിർണ്ണയിക്കുന്ന പോലെ തന്നെയാണ് അത് വരുന്ന സമയത്ത് ഞാൻ അതേ ഇതേ എക്സൈറ്റ്മെന്റോട് തന്നെ എനിക്ക് വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ ആ സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്യുകയും കുറച്ചുകൂടെ കൂടുതൽ ഫിസിക്കലി മെന്റലി ഒക്കെ എന്നുള്ള സിനിമയാണ്. അത് വളരെ ഭംഗിയായിട്ട് ഷേപ്പായിട്ട് വരുന്നത്. പക്ഷെ അവകാശവാദങ്ങളൊന്നുമില്ല. പടം നല്ല ദിവസമായിട്ട് വന്നിട്ട് 3D ആണ്. അതിനകത്ത് കുറെ കഥയുണ്ട്, 3 കാലഘട്ടത്തിന്റെ കഥയുണ്ട്, കുറെ നല്ല പെർഫോമൻസസ് ഉണ്ടായിരിക്കും, കുറെ നല്ല മൊമെന്റ്സ് ഉണ്ടായിരിക്കും, ആക്ഷൻ രംഗങ്ങളുണ്ടായിരിക്കും, റൊമാൻസ് ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു സിനിമ എന്നുള്ളതിലേക്ക് ഇതിന്റെ ടോട്ടാലിറ്റി പ്രേക്ഷകരെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അത്രത്തോളം സിനിമ വലിയ വിജയമാകും എന്നുള്ള അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. പറഞ്ഞ അതിന് ചോദിക്കാം, ഇപ്പം മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആടുജീവിതം ഹിറ്റായി, മഞ്ഞുമൽ ബോയ്സ് ഹിറ്റായി, അടുത്ത ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് അജയന്റെ 2ാം വർഷമാണ്. റെസ്പോൺസ് ഇപ്പോൾ പറഞ്ഞു ടൊവിയുടെ പെർഫോമൻസ് കാത്തിരിക്കുന്ന ഒരു പടമാണ് നടന്നത്. ശരിക്കും ടൊവിയുടെ ഒരു കരിയർ ബ്രേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ടൊവി കാത്തിരുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. തീർച്ചയായിട്ടും ആ കഥാപാത്രം ഞാൻ കാത്തിരുന്ന കഥാപാത്രം എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് അത് 3 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിന് മുമ്പ് ഒരു ഡയറക്ടറായിട്ടുള്ള പറഞ്ഞത് അത് ഭയങ്കര പണിയാണ്. എനിക്ക് ഇപ്പം നമ്മൾ വലിയ വലിയ ആളുകളൊക്കെ കമൽഹാസൻ അടക്കമുള്ള ആളുകളൊക്കെ ചെയ്യുന്നതാണ് 3 വേഷമൊക്കെ ഒരു സിനിമയിൽ തന്നെ. അതൊക്കെ ഞാൻ ചെയ്ത ശരിയാവുമെന്നൊക്കെയാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. പക്ഷെ അതിനെ ട്രസ്റ്റ് ചെയ്യുകയും ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് കാര്യമായി തന്നെ എടുക്കുകയും ചെയ്ത് സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് 3 കാലഘട്ടങ്ങളിലായിട്ട് അത് അത്ര പ്രശ്നമില്ലാതെ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ ഒന്നിനെയും ഒരു എന്താ പറയാ ഒരു അൾട്ടിമേറ്റ് ഇതായിരിക്കും അങ്ങനെ ഒരു അവകാശവാദങ്ങളില്ല. കാര്യം സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത് ഏറ്റവും നല്ല വിജയമായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുക. ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴാണ് അതിന്റെ നമുക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട്. ആളുകളാണ് ബേസിക്കലി അങ്ങനെ എന്റർടൈൻ ആവുന്ന പ്രേക്ഷകർ ആളുകൾ കാണുകയും എൻജോയ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് നമ്മൾ സ്വപ്നം കണ്ടതിന്റെ പൂർണ്ണത സംഭവിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും അതിനെ ആളുകൾ കാത്തിരിക്കുന്നുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന സമയത്ത് വലിയ സന്തോഷമുണ്ട്. ആദ്യം കുറച്ച് പോസ്റ്ററുകളും ഒരേ ഒരു ടീസറും മാത്രമേ ആ സിനിമയുടെ പുറത്തു വന്നിട്ടുള്ളൂ. അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സിനിമ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. സിനിമ കാണുന്ന സമയത്ത് പല സീൻസും പോയിട്ടുണ്ട്. അപ്പം ഏതെങ്കിലും സാഹചര്യത്തിൽ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്? ഒരിക്കലുമില്ല. അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ആക്ടർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ട്രോൾസ് ഒക്കെ കണ്ടായിരുന്നു. നമ്മൾ ഒരിക്കലും ഇത് ഫിക്ഷനിലാണ്. ഇതൊരിക്കലും നമ്മൾ ആരും ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നതല്ല. പലർക്കും തോന്നുന്നു ടോപ്പിക്കൊക്കെ ഓരോ സ്റ്റേജിൽ തോന്നിയിട്ടുണ്ട് ഞങ്ങളെ ഉദ്ദേശിച്ചാണ്. അതുപോലെ ആർക്കും തോന്നും, ആക്ടേഴ്സിന് ആർക്കും തോന്നാം.
അതൊരിക്കലും ആരും പേഴ്സണലി എടുക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇത് ഒരു നമ്മൾ ബേസിക്കലി എല്ലാവരും സിനിമ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ എല്ലാവരുടെ സിനിമ വിജയിക്കണോ, എല്ലാ സിനിമയും സെലിബ്രേറ്റ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ അത് പേഴ്സണലായിട്ട് എടുക്കരുത്. ഇത് ആരെയും എനിക്ക് വരുന്നത് എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഇതൊരു ഫിക്ഷണൽ ക്യാരക്ടറാണ്, ഒരു ടെംപ്ലേറ്റ് ആണ്. അതാരും അങ്ങനെ പേഴ്സണലി എടുക്കില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു ഡയലോഗ് എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു, മെഡിക്കൽ റബ്ബ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി അത് ആ ക്യാരക്ടർ സംസാരിക്കുന്ന ഭാഷയാണ്. ആ കോശി സാർ എന്ന് പറയുന്ന ക്യാരക്ടർ സംസാരിക്കുന്ന ഭാഷയും ഈ ആക്ടർ ഡേവിഡ് വന്നിട്ട് പറയുന്നത് ഒരു ഡിസ്ക്രിപ്ഷൻ പറയുന്ന ഒരു ഫീൽ പറയുന്നതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. താൻ മെഡിക്കൽ റബ്ബാണോ, താൻ പറയുന്നത് ഫീൽ ഇല്ലായിരുന്നു. മെഡിക്കൽ റബ്ബ് പോസ്റ്റ് ജോലി ആണെന്നോ അല്ലെങ്കിൽ അവർക്ക് ഫീൽ ഇല്ലാത്തതൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ആ ക്യാരക്ടർ സംസാരിക്കുന്ന ഭാഷയാണ്, അത് എൻ്റെ ഭാഷയല്ല. ഓരോ ക്യാരക്ടറും സംസാരിക്കുന്ന ഡേവിഡ് പടിക്കൽ സംസാരിക്കുന്ന ഡേവിഡ് പടിക്കലിൻ്റെ ഭാഷയും, ഡേവിഡ് സംസാരിക്കുന്നത് എൻ്റെ ഭാഷയും, പി കെ സംസാരിക്കുന്നത് പി കെയുടെ ഭാഷയാണ്. അപ്പോൾ അങ്ങനെ വരുത്താനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഇതൊന്നും നമ്മളാരും ഉദ്ദേശിച്ചോ നമ്മുടെ ആരുടെയോ പൊളിറ്റിക്സോ ഒന്നുമല്ല. അത് ആ രീതിയിൽ തന്നെ എൻജോയ് ചെയ്താലും കാണാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കും. സ്ക്രിപ്റ്റ് പോയി വേണ്ട സിദ്ധാന്തം എല്ലാവരോടും വാക്കുകളൊക്കെ വായിക്കുക. അത് ഞാൻ പറഞ്ഞില്ല, നിങ്ങളത് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിന്റെ ആ ഒരു സീക്രസി അവർ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സീക്രസി ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്ലീസ് വരെ നമ്മൾ ആഗ്രഹിക്കില്ലേ. താങ്ക് യു. ഈ ശക്തിമാന്റെ ഡിസ്കഷൻ എല്ലാം നടക്കാറുണ്ടോ ബേസിൽ ബ്രോ? അതിനായിട്ട് ഞാനാണോ ഈ അച്ഛനത്തെ ഇൻഡസ്ട്രി ഗുരുവായൂരപ്പയുടെ പ്രമോഷൻ ഉടനെ അവരോട് ചോദിച്ചു. കാര്യം ഞാൻ എന്തെങ്കിലും പറഞ്ഞപ്പോഴാണ് അവങ്ങളെ വിളിച്ചു വന്ന് എന്റെ വെറുതെ ഞാനും എന്റെ ഡിസ്കഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും അതിനെ പ്രൊജക്ട് സംഭവിക്കുന്നുണ്ട് തന്നെയാണ്. അത് അതിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് അവൻ തന്നെ ചെയ്യണ്ടല്ലേ. ഇതിപ്പോ ഞാൻ വിളിച്ചു വന്നാൽ അത് തമാശയാണ്. അത് ഈ കല്യാണ മുടക്കികൾ പറയുന്ന തമാശയാണ്. അപ്പൊ അതിന്റെ ടെംപ്ലേറ്റിൽ ഞാൻ പറഞ്ഞാണ്